എല്ലാവർക്കും സുഖമാണല്ലോ. പുതിയൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ഫുഡ് അടിക്കാനുള്ള പരിപാടി തന്നെയാണ്. ഒരു പോണ വഴിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. സുഹൃത്തിനോട് പിക്ക് ചെയ്തിട്ട് വീഡിയോ ഇടാനുള്ള പരിപാടിയാണ്. നമ്മൾ തിരുവനന്തപുരം ഈഞ്ചക്കൽ സൈഡാണ്. ഭയങ്കര ബ്ലോക്കാണ്. ചാക്കയൊക്കെ തിരുവനന്തപുരം ചാക്കയൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. ഈഞ്ചക്കൽ ബൈപ്പാസിൻ്റെ അവിടെ പണി നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് ഇവിടെ വരുന്നത്. കണ്ടില്ലേ, നല്ല ബ്ലോക്കുണ്ട്, അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. ഇവിടെ വരുന്നവർക്ക് കാണാൻ പറ്റും. ഉണ്ട്, അതുപോലെ തന്നെ മഴയും ബ്ലോക്കുമാണ്. ഫ്ലൈ ഓവറിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത്. ഫ്ലൈ ഓവർ മണി ആവാറായി. നല്ല വിശപ്പും ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് നല്ലൊരു കട അറിയാമെന്ന് പറഞ്ഞു, ഫുഡിൻ്റെ ഒരു കട അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കൂട്ടുകാരാ, ഒരു കട പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞു. ഒരു ഫുഡ് കട. ഞാനത് പറഞ്ഞ ബാലരാമപുരം അല്ല, അത് കട്ടത്തിൽക്കുഴി നമ്മൾ പോയി ചെയ്തിട്ടുണ്ടല്ലോ. ഓ, അത് നമുക്ക് ഷോട്ട് എടുത്തിട്ടുണ്ടല്ലേ? നമ്മളതൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകുന്ന ഏതെങ്കിലും നല്ലൊരു വഴിയൊരു കടയിൽ കയറി പോയാൽ, നല്ല വൈബുള്ള ഏതെങ്കിലും കടയിൽ. എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. അത് നല്ലൊരു കട ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വർണ്ണ വഴിയിലെ കടകളുടെ ബഹളം അവിടെ ഇവിടെ. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ ഒരു ചായ അടിച്ചിട്ട് തീരുമാനിച്ചാലോ? എന്തു പറയുന്നു? എടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ വന്നിപ്പോൾ കുറേ ഹോട്ടലുകൾ കണ്ടെങ്കിലും മൊത്തം കൺഫ്യൂഷൻ. നല്ലത് ഒരുപാട് ഹോട്ടലുകൾ കണ്ടു. ഇനി എന്തായാലും നമുക്കൊരു ഇടവേള പോലെ ഒരു ചായ അടിച്ചിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്തതാണ്. ആകെ മൊത്തം 10 കിലോമീറ്റർ അല്ലേ യാത്ര ചെയ്തത്? 10ആയാലും 12ആയാലും ഡ്രൈവ് ചെയ്യുമ്പോൾ അളിയന് അടുത്ത വീട്ടിലൊരു ചായ വേണം. ചായ അടുത്തൊരു ഫുഡിലോട്ടാണോ നമ്മൾ പോകുന്നത്? എന്തായാലും ഈ ഫുഡിനെ കുറിച്ച് പറഞ്ഞല്ലോ. നമുക്ക് റിട്ടേൺ അടിച്ചാലോ? പോകുന്ന പോകിൽ പാച്ചിലൂർ പള്ളിയിനടുത്ത് ഇപ്പോഴേ പറയണേ, ഈ 12 കിലോമീറ്റർ ഓടിയത് ഇപ്പോഴല്ലേ നല്ല നല്ല സാധനങ്ങൾ തലേ വന്നത്. ചായ എടുക്കപ്പോഴല്ലേ ബോധം വന്നത്. അതെ, യെസ്, അത് പോയെന്നാണ് എൻ്റെ വിശ്വാസം. സംസ്ഥാന റെസ്റ്റോറൻ്റ് അറിയാം, പൊളിയല്ലേ? നല്ല കിടിലം ചിക്കൻ ഫ്രൈ ഒരു തരാന്ന് വാരി കൊടുക്കും. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പം അവിടെ പോയി കുറച്ച് വായി പോയി. ഈ കടയെക്കുറിച്ച് പറയുമെങ്കിൽ സംസം റെസ്റ്റോറൻറ്റ് മുമ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അതായത് കുറച്ച് ഗസ്റ്റുകൾ വീട്ടിൽ വന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഞാൻ പോയി. അന്ന് എനിക്ക് മനസ്സിലായി, നല്ല ക്വാണ്ടിറ്റിയോട് കൂടിയിട്ട് ചിക്കൻ ഫ്രൈ വിതരണം ചെയ്യുന്ന നമ്മുടെ ട്രിവാൻഡ്രത്തെ നമ്പർ 1 സ്പോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചിക്കൻ ഫ്രൈയും നല്ല അത്യാവശ്യം കോയിൻ പൊറോട്ടയും. അവിടെ അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ്. അങ്ങനെ ഇപ്പോൾ ഇരുന്നപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ഓർമ്മ വന്നത്. പിന്നെ എന്തായാലും അങ്ങോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം സൈഡ് ഒരുപാട് നല്ല സീ ഫുഡ് കിട്ടുന്ന കടയുണ്ട്. ചിക്കൻ ഫ്രൈ കിട്ടും, അങ്ങനെ ഒത്തിരി വിഭവങ്ങൾ കിട്ടും. ഫാമിലിയായിട്ട് വന്ന് കഴിക്കാനും ഒത്തിരി നല്ല നല്ല കടകൾ ഇവിടെ ഈ ഭാഗത്ത് ഉണ്ട്. ഒത്തിരി കടകളുണ്ട്. കോവളം ബൈപ്പാസ് നമ്മൾ വരുന്ന വഴിക്ക്
പനത്തുറ ജംഗ്ഷൻ എത്തുമ്പോഴേ നിങ്ങൾക്ക് ഇനിയിപ്പം ടോൾ കൊടുക്കാൻ കയ്യിൽ കാശൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ നേരെ റൈറ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പാച്ചലൂർ വഴി നമുക്ക് തിരുവല്ലം ഷോട്ടിലോട്ട് കയറാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ആ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് വന്നത്. ഞാൻ വണ്ടി ഓടിച്ച് ക്ഷീണിച്ചടാ, നീ പോയി പാഴ്സൽ മേടിക്കും. അതെന്ത് വർത്താനമാണ് പറയുന്നത്? നമ്മൾ വന്നത് ഒരുമിച്ച്, പാർസൽ വാങ്ങണതും ഒരുമിച്ചായിരിക്കും എന്നൊക്കെ ഞാൻ പറയും. എങ്കിലും ഞാൻ തന്നെ പോവാം. കാര്യങ്ങൾ പറയാനുള്ളത് ഇവിടെ എത്ര മണി 4 മണി മുതൽ 9:30 10 മണി വരെ തീരുന്നുള്ളൂ. 2 ട്രിപ്പ് എടുക്കും, അത് തീരുന്നു. എന്നാണ് അവധി? ഞായറാഴ്ച 1 മണി വരെ ഉണ്ട്. ഞായറാഴ്ച വൈകിട്ടില്ല. അളിയാ ഇതിന്റെ കറക്റ്റ് സ്പോട്ട് ഒന്ന് പറയാ. ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് അളിയാ പാച്ചലൂർ ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്ത് നമ്മൾ അൻസാരിയാണ് എൻ്റെ കട ഏതെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു. എന്തായാലും നമ്മൾ നല്ലൊരു സ്പോട്ടിലെത്തി. കണ്ടിട്ടാണ് കഴിക്കാതിരിക്കാൻ തോന്നുന്നില്ല. കഴിച്ചോ? നല്ല വിശപ്പും ഉണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. സ്പോട്ട് കിട്ടി, അപ്പോൾ കഴിക്കാൻ പോവാണ്. എന്തായാലും ഞാൻ ഇറങ്ങാൻ പോകണം. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.